ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ വഴുതനങ്ങ തോട്ടത്തിൽ വഴുതനങ്ങ ഉണ്ടായിട്ടുണ്ട്. അതും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വലിയ തോട്ടമൊന്നുമല്ല, കുറച്ച് വഴുതനങ്ങ ഞാൻ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ള കാരണമാണ് എനിക്കിതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ വഴുതനങ്ങ. ആകെ കുറച്ചുള്ളൂ, നമുക്ക് ഒരുപാട് എണ്ണം വയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രയ്ക്കും ഐറ്റം മാത്രമാണ് നമ്മളിവിടെ വഴുതന വെച്ച് കൊടുത്തിട്ടുള്ളൂ. ആകെ ഒരു 10-20 കടയുള്ളൂ. ഇതിൽ അല്ലാത്തത് നമ്മൾ ഇപ്പോൾ വഴുതന ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, അതാണ് നമ്മുടെ നല്ല പച്ച വഴുതന. ഒരുപാടില്ലെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. നമുക്ക് ഇതൊക്കെയാണ് ഒരു സന്തോഷം എന്ന് പറയുന്നത്. നമ്മൾ സ്വന്തമായിട്ട് നട്ട് വളർത്തുന്ന വഴുതനയൊക്കെ നമുക്ക് തന്നെ വിഷാംശമില്ലാത്ത പച്ചക്കറി നമുക്ക് കഴിക്കാൻ സാധിക്കുന്നു. അതിൽ കൂടുതൽ സന്തോഷമൊന്നും ഇനി വേറെ കിട്ടാനില്ല. ഇതൊക്കെ ഒരു വളരെ എൻജോയ് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. നമ്മൾ നട്ടുണ്ടാക്കിയ നല്ല അടിപൊളി വഴുതന അത് നമുക്കും കഴിക്കാം, നമുക്ക് മറ്റുള്ളവർക്ക് ധൈര്യമായിട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ വഴുതനയും മറ്റ് പച്ചക്കറികളൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കി വിഷാംശമില്ലാത്ത പച്ചക്കറികൾ നിങ്ങൾക്കും കഴിക്കാൻ സാധിക്കും. പലരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വഴുതനങ്ങ കൃഷിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ അവസാനത്തെ വഴുതനങ്ങ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ ഈ വഴുതനങ്ങ കൃഷി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും ബൈ. താങ്ക് യു.